ഹായ് ഹലോ. ഞാനെന്നേ വീട്ടിലേക്കൊന്ന് വന്നതാണ്, തറവാട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ടാങ്കിൽ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചിട്ട് ഞങ്ങൾക്ക് വന്ന് കണ്ടതാണ്. അപ്പോൾ അവിടുന്ന് ഒരു മീൻ എടുക്കാം, കുറച്ച് ദിവസമായി പണിക്കൊക്കെ പോയിട്ട്. അപ്പോൾ മീൻ കറി കൂട്ടാനുള്ള ഒരു കൊതിയുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ്. ഒരു ബ്രാൽ എടുത്തല്ലോ. ഇത് വെട്ടി ടാങ്കിൽ 2 ബ്രാല് കിടക്കുന്നുണ്ട്, ഒരു വലുതും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ചെറുതിനെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ, വലുത് അവർ എടുത്തിട്ട് അവിടെ വീട്ടിലെ ആൾക്കാർ കൂടുതലുള്ള കാരണം അതവിടെ ഉണ്ടോട്ടെ. ചെറുത് മാത്രമേ ഞാൻ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഉള്ളിൽ ചെറുതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തിപ്പിച്ചിട്ടുണ്ട്, വലുത് ടാങ്കിൽ തരുന്നുണ്ട്. ഇപ്പോൾ വലിയ മീനാണെങ്കിൽ എടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 1 കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ബ്രാലാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണാൻ. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മീനെ തൂക്കിയിട്ടാ. അപ്പോൾ അവനെ എടുത്ത് ഞാൻ പൊക്കിയെടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇനി നേരെ ഇവനെ വെട്ടിമുറിച്ച് കറി വെക്കാനുള്ള പരിപാടിയാണ്. നമുക്കതൊന്ന് കണ്ടാലേ. അപ്പോൾ നേരെ നമുക്ക് മീനെ കട്ട് ചെയ്യാം കേട്ടോ. ഹലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന മീനെ എടുക്കട്ടാ. ഇവരങ്ങോട്ട് എടുക്കുക, ജീവനോട്ടത്തിനുള്ള മീനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത് എന്താവും ഏതാവും എന്നറിയില്ല. ആദ്യം ഇവനെ കൊല്ലണം. കൊന്നു കഴിഞ്ഞാലാണ് നന്നാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കയ്യിൽ നിന്ന് ചാടിപ്പോവും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തോ, അത് കൊല്ലണത് കാണണ്ട. നമ്മളവരെ കൊന്നിരിക്കുകയാണ്, തലക്കടിച്ച് കൊന്നു. പിന്നെ അവരെ സൈഡ് ഇപ്പോൾ കുറച്ച് വെണ്ണീറൊക്കെ കൂട്ടി പിടിക്കണം, എന്നാലേ ഇവ നല്ല വഴുക്കുള്ള കാരണം ആദ്യം തന്നെ സൈഡിലെ ചിറകുകൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ മീനിൻ്റെ കഴുത്ത് മുറിക്കാൻ പോകാം കേട്ടോ. കഴുത്ത് മുറിച്ചിട്ട് 2ആക്കി കഴിഞ്ഞിട്ട് വേണം ചതമ്പിൽ ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഐഡിയയിൽ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കുകയാണ്, വേറെ ഒന്നുമല്ല, ലെങ്ത്ത് കൂടുതലായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആണ് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെ ഇത്ര മീനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കാരണം അച്ഛൻ ഭയങ്കരമായിട്ട് മീൻ നന്നാക്കും. പിന്നെ നമ്മുടെ വീട്ടുകാർ അമ്മയായാലും പെണ്ണായാലും നന്നായിട്ട് കറി വെച്ച് തരും. കറി വെച്ചാലും വറുത്താലൊക്കെ നല്ല ഇതിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി തരണ കാരണം ഇത്തരം മീനുകൾ എപ്പോഴും കൊണ്ടുവരാനും പിടിക്കാൻ പോകാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ചതമ്പിൽ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോയിസ് ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം, കാരണം നിങ്ങൾക്കൊരു ഇത് തോന്നുന്നു വെച്ചെങ്കിൽ തവണ്ട കാര്യമൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അടുത്ത സൈഡും കൂടി ചതമ്പിൽ ചെത്തുക. നല്ല വഴുക്കിലുള്ള മീൻ കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെണ്ണീർ തൊട്ട് പിടിക്കുന്നത്. മീൻ കയ്യിൽ നിന്ന് വഴുക്കി തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ണീരിട്ട് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചതമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല് കട്ട് ചെയ്യണം പരിപാടി ഉണ്ട്. വാല് കട്ട് ചെയ്യണം. വാല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത പോർഷൻ വരുന്നത് തലയുണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ ചതമ്പിലൊക്കെ കട്ട് ചെയ്ത് ചെത്തിക്കളഞ്ഞ് നമ്മൾ വാല് കട്ട് ചെയ്യാണ്. നല്ല വഴുക്കൽ കാരണം മീൻ തെന്നി മാറുകയാണ്. അപ്പോൾ വാല് കുറച്ച് ബലമുള്ള കാരണം നമ്മൾ വെട്ടുകത്തിക്കെടുത്ത് വെട്ടി മുറിച്ച് മാറ്റി. ടാങ്കിൽ കിടന്ന ഡാമേജൊക്കെ സൈഡിലൊക്കെ ഉണ്ടാകും. ഉരപ്പാട് കാണുന്നത് ടാങ്കിൽ കിടന്ന ഡാമേജാണ്. ഇനി തലേനെ നമ്മൾ എടുത്ത് വെട്ടുകയാണ്. തലയുടെ മൂക്കും കണ്ണും മൂക്കും പല്ലൊക്കെ പോകാനുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി 2 ഭാഗത്തെ ചെളുക്ക ഭാഗം നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റാനുള്ള പരിപാടിയാണ്. തല ടു സെൻറ്റർ മുറിച്ചു. ഇനി അവിടുത്തെ ചതമ്പിലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെത്തി കഴിഞ്ഞാൽ ഈ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കല്ലുമിട്ട് ഉരച്ച് വൃത്തിയാക്കിയിടണം. ഇതിൻ്റെ ആ ചെകിളപ്പൂക്കൾ പോലത്തെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഭാഗത്ത് ചതമ്പിലൊക്കെ ചെത്തി വൃത്തിയാക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് വെണ്ണീർ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് കല്ലിൽ ഇട്ടിട്ട് കരിങ്കല്ലും ഇട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോൾ നമ്മൾ മീനിനെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ട് കല്ലിലിട്ട് ഉരച്ചെടുത്ത മീനാട്ടത്. ഇത് ഇനി ഇവനെ അടുത്ത് നുറുക്കിയിട്ട് ഇതാ ചെയ്യും, ഉപ്പിട്ടിട്ട് നന്നായി ചട്ടിയിലിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കും. അപ്പോൾ അവൻ നന്നായി വൃത്തിയാവും. അപ്പോൾ ചെറിയ വെണ്ണീറിൻ്റെ ഒരു കളറ് ഉണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ നമ്മൾ പീസാക്കണ്, വട്ടം നുറുക്കുകയാണ്. എന്താ നമുക്ക് കഴിക്കാനുള്ള കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും നുറുക്കാം. കാരണം പുറത്തുള്ളവർക്കല്ലല്ലോ. കത്തി പണിയാകുന്നുണ്ട് കേട്ടോ. ചെറിയ നിലയ്ക്കുള്ള നുറുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ നിലയ്ക്ക് മുറിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഇത്തിരി കനത്തിലായാലും നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. കാരണം ഞാനും ഭാര്യയും 2 കുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അതിനനുസരിച്ച് മുറിക്കാന്നുള്ള രീതിയിലാണ്. എങ്ങനെ കിട്ടുന്നു അങ്ങനെ മുറിക്കും, അല്ലാതെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. കത്തി പഴയ കത്തിയാണ്, കത്തി ഭയങ്കര മൂർച്ചോറും. ബ്രാലിനെ കൊല്ല ചെയ്തൊന്നും ലാസ്റ്റ് പറയരുത്. നമ്മളൊരു ഐഡിയയിൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ബ്രാലിൻ്റെ അവസാന ഭാഗമായി തുടങ്ങി മുറിക്കൽ. മുറിച്ചെടുക്കുന്നത് പറിച്ചെടുക്കുന്ന പോലെ ആയിട്ട്, കാരണം കത്തിക്ക് മുറിച്ച് കുറവായ കാരണം. അപ്പോൾ ഇത്രയും പീസുകളാണ് നമുക്ക് കിട്ടിയുള്ളത്. ഒന്ന് അടുപ്പിച്ച് കാണിച്ചാൽ പീസുകളൊക്കെ ഒന്ന് കാണിച്ചാൽ ഉണ്ടാ. ഇത്രയും പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പാത്രത്തേക്ക് എടുത്തിട്ടാണ്. ഇനി ഇവിടെ നിലച്ചു ഇതൊന്ന് കഷ്ണം മുറിക്കാം. വലിയ പീസായിട്ട് കിടക്കണ്ട. ഓക്കെ, തല നമ്മൾ ഇങ്ങനെ തന്നെ ഇടാം അല്ലേ? തലക്കറിക്ക് തല നമുക്ക് കറിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, കാണിച്ചോളൂ. കാണാം. അങ്ങനെ നമ്മൾ നുറുക്കി വെച്ച മീനിലേക്ക് കല്ലുപ്പ് ഇടുക കേട്ടോ. കല്ലുപ്പ് കുറച്ചധികം ഇടാം. കാരണം കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി ചുഴറ്റി 2-3 വട്ടം അതേപോലെ കല്ലുപ്പിട്ട് ഇളക്കി കുഴച്ചെടുത്ത് കഴുകിയെടുക്കുക. വീണ്ടും ഒരു വട്ടം കൂടി അങ്ങനെ ഇളക്കി കുഴച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പീസാണ് നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ നമ്മൾ വൈഫിന് കൈമാറാണ്. വൈഫ് കറി വെച്ചിട്ട് കറി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് ബ്രാല് കറി വെച്ചിട്ടുള്ളത് കേട്ടോ. ഉള്ളി തൂമിച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങാപ്പാലിൽ കറി വെച്ച ബ്രാല് കറി. തലയാണ് കാണുന്നത്. അപ്പോൾ ബ്രാലിൻ്റെ നടു നുറുക്ക് നോക്കിയിട്ട് നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. വറുത്ത് മുരിഞ്ഞ് തുടങ്ങിയിട്ട് 1 സൈഡ് മറിച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ നന്നായി തന്നെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കറിയാണ്. കറി നമ്മളൊന്ന് ഇളക്കി കാണിച്ചു തരാം. ബ്രാലിൻ്റെ കറി, ഉള്ളി തൂമിച്ച കറി നല്ല കട്ടി ചാറായിട്ടുണ്ട്. ഇത് എന്താ എൻ്റെ തല, ബ്രാലിൻ്റെ തലയാണ് കാണുന്നത്. ആഹാ, ഇനി ചോറും കൂട്ടി അടിച്ചാൽ മതി. അപ്പോൾ നല്ല കട്ടി ചാറായിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കറി വെച്ചിട്ട് പെരുംജീരകമാണ് ഇതിൽ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുക. പെരുംജീരകം മല്ലിയുടെയും കുത്താണ് കൂടുതലുണ്ടാവുക. ഇവിടെ നല്ല വട്ട നുറുക്കുകളും വെന്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ നേരെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.